എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൻപയർ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് വൈകുന്നേരം ചായക്കെല്ലാം എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒരു 6 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ഗ്രേറ്റ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഒതുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വൻപയറാണ്. വൻപയർ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുത്തതാണ്. അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ വൻപയർ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ മിക്സിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് സമയം മൂടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇറക്കി വെക്കാം. ഇപ്പോൾ വൻപയർ കൊണ്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.